മച്ചാന്മാരെ, ഇടുക്കി ബെഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 2ാം ദിവസമാണ്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ടായിരുന്നു. 5:15 തന്നെ നമ്മൾ ജിമ്മിലെത്തി. ചെന്ന ഉടനെ വെയിറ്റ് നോക്കി. വെയിറ്റ് നോക്കിയപ്പം ഇന്നലത്തെ സെയിം വെയിറ്റ് തന്നെയായിരുന്നു കേട്ടോ, 70 കിലോ. സാധാരണ 5:15 സമയത്തൊന്നും ജിമ്മിൽ ആളുകൾ ഉണ്ടാവുന്നതല്ല. ഇന്ന് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ വർക്കൗട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണേ. ഇന്ന് നേരത്തെ വന്നതിൻ്റെ ഉദ്ദേശം കാർഡിയോടൊപ്പം കുറച്ച് വെയിറ്റ് വർക്കൗട്ടും ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. ചെന്ന പാടെ തന്നെ ഞാനൊരു 20 മിനിറ്റ് ട്രെഡ്മിൽ അങ്ങ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡൂപ്ലയും പരിവാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവരോട് കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വർക്കൗട്ടിലേക്ക് പോയി. ഇന്ന് ടോട്ടൽ 40 മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 30 മിനിറ്റും ട്രെഡ്മില്ലായിരുന്നു, 10 മിനിറ്റ് സൈക്കിളും ചവിട്ടി. ജമ്പിങ് ജാക്സ് ഒരു 1000 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 7:30 നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കി. വർക്കൗട്ടിന് ശേഷമുള്ള വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും 69,250 ആയിരുന്നു ഇന്നത്തെ വെയിറ്റ്. മച്ചാന്മാരെ, അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കി. നമുക്ക് കാര്യമായിട്ടുള്ള വെയിറ്റ് വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 50 ഗ്രാം വെയിറ്റ് കൂടിയതായിട്ടാണ് കാണിച്ചത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കൗട്ടിനോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റും നല്ല രീതിയിൽ നോക്കണം. അപ്പം ഡയറ്റ് ഞാൻ ഇതിനു മുമ്പ് ഫോളോ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡയറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഷുഗർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിൻ്റെ അളവ് വളരെ കുറച്ചിട്ടുണ്ടായിരുന്നു. കറികളുടെ അളവ് കൂട്ടി. പിന്നെ വൈകുന്നേരം നേരത്തെ ഫുഡ് കഴിക്കും, വൈകുന്നേരം ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ഡയറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി നമ്മുടെ സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്കും വർക്കൗട്ട് കൂട്ടും, നമ്മുടെ ഡയറ്റും അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലൊരു റിസൾട്ട് വരത്തുള്ളൂ. ബഡീസ് എന്തായാലും നമ്മൾ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ കേട്ടോ, റിസൾട്ട് വന്നോളും. ഇന്നൊരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ദിവസം കൂടുതൽ ഡയറ്റും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആക്കിയിട്ട് മുമ്പോട്ട് പോകാം, വർക്കൗട്ടും കുറച്ച് കൂട്ടാം. അപ്പോൾ അതിനുശേഷം നമുക്ക് റിസൾട്ട് വന്നോളും. എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒരു വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാവേ, നമ്മുടെ ഉദ്ദേശിച്ച റിസൾട്ട് വന്നതിന് ശേഷം. പിന്നെ നമ്മുടെ ഒത്തിരി മച്ചാന്മാർ ചാനൽ കാണുന്നുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അങ്ങനെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. നമുക്കും ഇതല്ല നമ്മുടെ യാത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ആ രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഒന്ന് പങ്കുവെക്കണേ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.